നാട്ടുകാരോട് ചോദിച്ചു, നാട്ടുകാരെന്നെ കുറിച്ച് എന്നാ പറയുന്നു? അപ്പൊ അവർ പെട്ടെന്ന് ആൻസർ പറഞ്ഞു. ഏലിയാവെന്ന് പറയുന്നു, യെരമ്യാവെന്ന് പറയുന്നു, പ്രവാചകൻ എന്ന് പറയുന്നു, സ്നാപകനായ യോഹനാൻ എന്ന് പറയുന്നു. സന്തോഷം. യേശു വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്നാ പറയുന്നു? എല്ലാവരും മൗനം. ആസ്ട്രേലിയക്കാർ മൗനമായിരിക്കുന്ന പോലെ തന്നെ അവരും മൗനമായിരുന്നു. സ്വതന്ത്രം ചില വിഷയങ്ങൾ അവർക്ക് പറയാൻ പറ്റത്തില്ല. പത്രോസ് അവൻ ചാടിക്കേറി പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആമേൻ. പെട്ടെന്ന് യേശു പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. അടുത്ത പടി, അവൻ്റെ കയ്യിലൊരു താക്കോൽ കൊടുക്കുക. താക്കോലല്ല, കീ ബഞ്ച് എന്നാ പറയുന്നത്. ആമേ. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം പിടിച്ചോ, കൊടുത്തോ. ഇവൻ സന്തോഷിച്ചു. ആമേ. അടുത്ത അല്പസമയം കഴിഞ്ഞപ്പം യേശു ക്രൂശിനെ കുറിച്ചും വരാൻ പോകുന്ന ക്രിസ്തു ക്രൂശിതനാകുന്ന വിഷയം, മനുഷ്യപുത്രനെ പിടിക്കും, ഉപദ്രവിക്കും, അവനെ ക്രൂശിക്കും, സ്തോത്രം, അങ്ങനെ അവനെ അടക്കം 3-ാം നാൾ എഴുന്നേറ്റ് വരുമെന്ന് ഈ കാര്യം പറഞ്ഞപ്പം പത്രോസ് ചാടിക്കേറി പറഞ്ഞു, അങ്ങനെ സംഭവിക്കരുത്, അങ്ങനെ സംഭവിക്കരുത്. പത്രോസ് അങ്ങനെ സംഭവിക്കരുത്, കർത്താവേ അങ്ങനെ സംഭവിക്കരുതെന്ന് പറയുമ്പോ എൻ്റെ ചോദ്യം, മൈ ക്വസ്റ്റ്യൻ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവന്റെ റബി, അവന്റെ ഗുരു എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് അറിഞ്ഞ അവൻ പറഞ്ഞു, നോ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? പറഞ്ഞാട്ടെ, വാട്ട്സ് റോങ്? മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോ ഇല്ല. ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ, ഇപ്പൊ യേശു കർത്താവ് എന്നോട് പത്രോസ് ഇങ്ങനെ പറഞ്ഞിരുന്നേ, ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തനെ. എന്നാ സ്നേഹടോ എന്നോട് തനിക്ക്, സ്വത്രം ആണല്ലോ. പക്ഷെ യേശു എന്നാ ചെയ്തു? യേശു റെബ്യൂക്ക് ചെയ്തു, അവനെ ശാസിച്ചു. എന്നാ ശാസിച്ചേ? പിശാചേ, Satan, get behind me. പിശാചേ, എന്നെ വിട്ട്. അപ്പൊ പത്രോസ് പിശാചാണോ? പത്രോസ് പിശാചാണോ? നിങ്ങൾ എനിക്ക് മറുപടി പറയണം. That is called kind of spirit. ചിലപ്പം നമ്മുടെ ആശയം നല്ലതായിരിക്കും, പക്ഷെ അത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വന്നതെന്ന് പറയാൻ പറ്റുകയില്ല. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പ്ലീസ്. നിങ്ങൾ ആത്മാവിൽ ഒഴുകുമ്പോൾ മാനസികമായ ചിന്തകൾ കടത്തിവിടും പിശാച്. കടത്തിവിട്ടിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി അവന്റെ പദ്ധതി അവൻ അവതരിപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. അതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8ന്റെ പണി കിട്ടും. യേശുവിന് അറിയാം എവിടെ റബ്യൂക്ക് ചെയ്യണം, എവിടെ അവനെ അനുഗ്രഹിക്കണം. ഒരിടത്ത് താക്കോല് കൊടുത്തെങ്കിൽ ഒരിടത്ത് നീ വെളിപ്പാടിന്റെ മേൽ നിന്നത്. അവൻ വെളിവുകേടിന്റെ മേളിലല്ല പറഞ്ഞത്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞത് വെളിപ്പാടായിരുന്നു. ആ വെളിപ്പാടിന്റെ മേളിലാണ് ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല.